ബന്ദികളെ എങ്ങനെ പുറത്തെത്തിക്കണമെന്നുള്ള കൃത്യമായ ലക്ഷ്യം ഇസ്രയേലിനുണ്ട് എന്ന് ലോകത്തോട് വീണ്ടും വിളിച്ചു പറയുകയാണ്. ഖത്തറിലേക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണം അത് വലിയൊരു പാകപ്പിഴയായിപ്പോയി എന്ന് പലരും വിമർശിക്കുമ്പോൾ അതിന് പകരമായി എങ്ങനെ ഇത് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് ലോകത്തോട് ഇസ്രയേൽ ഉദാഹരണം കാണിക്കുന്നു. ബന്ദികളെ ആ തുരങ്കത്തിൽ നിന്നും പുറത്തേക്ക് എത്തിക്കാനായി ഹമാസിനെ കൊണ്ട് തന്നെ ഒരു നീക്കം ഇസ്രയേൽ നടത്തുമെന്നാണ് നിലവിൽ സൂചന ലഭിക്കുന്നത്. ഷിൻ ബെറ്റും മൊസാദും ഇതിനൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. മൊസാദിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ബന്ദിമോചനവും ഒപ്പം ഹമാസിൻ്റെ ഉന്മൂലനവുമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഖത്തറിൽ നടത്തിയതിനെ പ്രതികൂലിച്ചതിനുള്ള വിശദമായ വിവരവും കഴിഞ്ഞ ദിവസം വാർത്തകളിലൂടെ പുറത്തു വന്നതാണ്. ഗാസ പിടിച്ചെടുക്കുക എന്നുള്ള ഒരു സൈനിക നടപടിയിലേക്ക് തന്നെയാണ് ഇസ്രയേൽ കടക്കുന്നത്. എന്നാൽ ഇസ്രയേലിൻ്റെ ഈ സൈനിക നടപടിയെ ശക്തമായി എതിർക്കുകയാണ് ഹമാസും. അതിനു വേണ്ടിയിട്ടുള്ള പലവിധ നീക്കങ്ങൾ നടത്തുന്നു. എന്തിന് ഗാസ പിടിച്ചെടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാസയിലെ പല തുരങ്കങ്ങൾക്കടിയിലുമാണ് നിലവിൽ ഹമാസും അതോടൊപ്പം ബന്ദികളെയും ഒളിപ്പിച്ചിരിക്കുന്നത്. കരയുദ്ധത്തിലൂടെ ആ മേഖല പിടിച്ചെടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ബന്ദിമോചനം സാധ്യമാക്കാൻ കഴിയും. മറുഭാഗത്ത് പുകച്ച് പുറത്തു ചാടിക്കാനും സാധിക്കും. അത് തടയാൻ ബന്ദികളെ ഹമാസ് വീടുകളിലേക്കും ടെൻറ്റുകളിലേക്കും മാറ്റുന്നു എന്നാണ് നിലവിൽ പുതിയ റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. ഇത്രയും നാൾ മണ്ണിനടിയിൽ ഒളിപ്പിച്ചു വെച്ച ബന്ദികളെയൊക്കെ പുറം ലോകത്തേക്ക് എത്തിക്കുകയാണ്. ഇത് ഇസ്രയേലിൻ്റെ ഒരു തന്ത്രമായിരുന്നു. ആ തന്ത്രത്തിൽ ഹമാസ് വീണു എന്ന് വേണം മനസ്സിലാക്കാൻ. ഹമാസ് തന്നെ പുറത്തുവിട്ട ഒരു വീഡിയോയിൽ ബന്ദിയായ തൻ്റെ മകൻ ഗിൽബോവ ദലാൽ ഒരു കാറിൻ്റെ പിൻസീറ്റിൽ ഇരിക്കുന്നുവെന്നാണ് അമ്മ പറയുന്നത്. അത് ശരിവയ്ക്കുന്ന കാൻ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ പുറത്തുവിട്ട റിപ്പോർട്ടും ഇക്കൂട്ടത്തിൽ പുറത്തു വരുന്നുവെന്നാണ് മാധ്യമ റിപ്പോർട്ട്. ഹമാസിനെതിരായിട്ടുള്ള ശക്തമായ ആക്രമണം ഘടിപ്പിക്കുമ്പോഴാണ് സൈന്യത്തിൻ്റെ ആസൂത്രിത ആക്രമണത്തിന് മുന്നോടിയായി 3 ലക്ഷത്തിലധികം പലസ്തീനികൾ ഗാസ സിറ്റിയിൽ നിന്നും ഗാസ മുനമ്പിലെ മറ്റു മേഖലകളിലേക്ക് പലായനം ചെയ്യുന്നത്. ഇസ്രയേൽ പ്രതിരോധ സേനയുടെ പുതിയ കണക്കനുസരിച്ച് ഇന്നലെ രാത്രി മാത്രം 20,000-ലധികം പേർ ഗാസ സിറ്റി വിട്ടു എന്നാണ് സൂചന ലഭിക്കുന്നത്. ആകെ കണക്ക് കൂട്ടുമ്പോൾ 4 ലക്ഷത്തിലധികം ആളുകൾ ഓടി ഒളിക്കുന്നു. ഇനി ഇസ്രയേൽ എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നത്, എങ്ങനെയായിരിക്കും തീ തുപ്പുക എന്നുള്ള കൃത്യമായ സൂചന ഗാസയിലെ സാധാരണ ജനങ്ങൾക്കുണ്ടായിരിക്കുന്നു. 10 ലക്ഷത്തിലധികം പലസ്തീനികളായിരുന്നു ഗാസ സിറ്റിയിൽ താമസിച്ചിരുന്നത്. ആക്രമണത്തിന് മുന്നോടിയായി ഗാസ സിറ്റിയിലുള്ള എല്ലാവരും ഉടൻ തന്നെ ഒഴിഞ്ഞു പോകണമെന്ന് IDF കഴിഞ്ഞ ആഴ്ച തന്നെ ഉത്തരവിട്ടിരുന്നു. ഇവിടെ ഇനി നിങ്ങൾ ഇതുവരെ കണ്ടതിൽ വെച്ച് അതിഭീകരമായ യുദ്ധമുറയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. നഗരത്തെ ആകമാനം തീ വിഴുങ്ങും. നിങ്ങൾ ആരും തന്നെ ഭയപ്പെടേണ്ടതില്ല. ഗാസ സിറ്റിയുടെ പുനർനിർമ്മാണം ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തിത്തരും. ഗാസ മുനമ്പിൻ്റെ തെക്ക് ഭാഗത്ത് ഇസ്രയേൽ നിശ്ചയിച്ച മാനുഷിക മേഖലയ്ക്ക് അടുത്തേക്ക് പോകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആ മേഖലയിൽ പോകുന്നവർക്ക് അവർക്ക് വേണ്ട സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഗാസയിൽ ഒരിടത്തും സുരക്ഷിതമായി നമുക്ക് താമസിക്കാൻ കഴിയില്ല എന്നാണ് സാധാരണ ജനങ്ങൾ പറയുന്നത്. ഗാസ മുനമ്പിലെ ഒരു മേഖലയും സുരക്ഷിതമല്ല. ഏതു ഭാഗത്തും ഏത് സമയത്തും ആക്രമണം ഉണ്ടായേക്കാം. ഒരു വശത്ത് ഇസ്രയേൽ ആക്രമണം നടത്തുമ്പോൾ മറുഭാഗത്ത് ഹമാസ് ജനങ്ങളെ പിന്തുടർന്ന് തന്നെ അവർക്കൊപ്പം അവരുടെ ഉള്ളിലേക്ക് കടന്നു കയറി ഈ ആക്രമണങ്ങളുടെ ഒരു പങ്ക്, ഈ ദുരന്തം സാധാരണ ജനങ്ങൾക്ക് വാങ്ങി നൽകുന്നുണ്ട്. ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി ആയുധങ്ങൾ നിർമ്മിക്കുകയായിരുന്ന ഒരു ഹമാസ് പ്രവർത്തകനെ കഴിഞ്ഞ ദിവസമായിരുന്നു തെക്കൻ ലെബനനുണ്ടായ ഡ്രോൺ ആക്രമണത്തിലൂടെ ഇസ്രയേൽ സൈന്യം വകവരുത്തിയത്. ഇസ്രയേൽ ഓരോരുത്തരെയായി തിരഞ്ഞുപിടിച്ച് വകവരുത്തുന്നതിൻ്റെ കാരണം തന്നെ ഇനി ഒരു കാലത്തും ഒരു കാരണവശാലും ഹമാസ് തലപൊക്കാൻ പാടുള്ളതല്ല. 2 വർഷത്തോടടുക്കുന്ന ഈ ആക്രമണം ഒക്ടോബർ 7-ന് മുന്നേ തന്നെ ഒരു ശുദ്ധികലശത്തിലേക്ക് കടക്കണമെന്ന് തന്നെയാണ് നെതന്യാഹുവിൻ്റെ ഉത്തരവ്. IDF പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് നമാത്തിയെ മേഖലയിൽ വെച്ച് കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് മുഹമ്മദ് അലി യാസിൻ എന്ന ഭീകരൻ കൊല്ലപ്പെട്ടതായി പറയുന്നത്. നമാത്തിയയുടെ തെക്കുള്ള ബുർജ് ഖലീഫ പട്ടണത്തിനുണ്ടായ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടെന്നും ലെബനിലെ ആരോഗ്യ മന്ത്രാലയം പറയുന്നുണ്ട്. ഈ ആക്രമണ ദൃശ്യങ്ങളായിട്ട് IDF സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെ പുറത്തു വിട്ടിട്ടുമുണ്ട്. 2024 നവംബറിലെ വെടിനിർത്തൽ കരാറിന് ശേഷം സമാധാന കരാറിലെ പല വ്യവസ്ഥകളും ലംഘിച്ച് 230-ലധികം ഹിസ്ബുള്ള പ്രവർത്തകരെയാണ് ലെബനിൽ നടത്തിയ ആക്രമണത്തിലൂടെ IDF കൊന്നൊടുക്കിയിട്ടുള്ളത്. ഇക്കാര്യവും പുറത്തുവിട്ടിട്ടുണ്ട്. ഗാസയിൽ നിന്നും ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കാനായി ഖത്തറിൽ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെയാണ് ഈ ആക്രമണം നടത്തിയത്. മറ്റാർക്ക് വേണ്ടിയിട്ടുമല്ല, ഇസ്രയേലിന് വേണ്ടിയിട്ടായിരുന്നു. ഈ സമയത്ത് അങ്ങനെ ഒരു ആക്രമണം നടത്തിയത് ഇസ്രയേലിൻ്റെ ആ തീരുമാനത്തെ പരക്കെ ഏവരും ചോദ്യം ചെയ്യുന്നു. മാസങ്ങൾക്ക് മുൻപ് ഇറാനിൽ വെച്ച് ഹമാസ് നേതാവായിട്ടുള്ള ഇസ്മയിൽ ഹനിയെ മൊസാദ് കൊലപ്പെടുത്തിയിരുന്നു. ഇറാൻ്റെ അതീവ സുരക്ഷയുള്ള മേഖലയിൽ വെച്ചായിരുന്നു അത് നടത്തിയത്. അതിന് മുൻകൈയെടുത്തത് മൊസാദ് ആയിരുന്നു. ഏറെ നാളത്തെ ആസൂത്രണമായിരുന്നു. അതുമൂലമുണ്ടാകുന്ന പരിണിത ഫലങ്ങളൊക്കെ തന്നെ മൊസാദ് കണക്ക് കൂട്ടിയിരുന്നു. അതിൻ്റെ 50% പോലും സംഭവിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.